കളിച്ചവർക്ക് പണി വന്നു തുടങ്ങി. ഡൽഹിയിലെ പ്രതിഷേധത്തിൽ പ്രധാനമന്ത്രിക്കെതിരെ അധിക്ഷേപ പരാമർശം. 25കാരിക്കെതിരെ കേസെടുത്ത് പോലീസ്. ജന്തർ മന്ദറിലെ CJP പ്രതിഷേധത്തിനിടെ പ്രധാനമന്ത്രിക്കെതിരെ അധിക്ഷേപകരമായ പരാമർശം നടത്തിയെന്ന പരാതിയിൽ യുവതിക്കെതിരെ പോലീസ് കേസെടുത്തു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട പ്രതിഷേധത്തിൽ പങ്കാളിയായ രുചിക സിംഗിനെതിരെയാണ് നോയിഡയിലെ എക്സ്പ്രസ് വേ പോലീസ് സ്റ്റേഷനിൽ 0 FIR രജിസ്റ്റർ ചെയ്തത്. തുടരന്വേഷണത്തിനായി പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷനിലേക്ക് കേസ് കൈമാറുമെന്നും പോലീസ് അറിയിച്ചു. ജന്തർ മന്ദറിലെ പ്രതിഷേധത്തിനിടെ ജൂലൈ 23-ന് രുചിക സിംഗ് നടത്തിയ പരാമർശത്തിലാണ് ഇവർക്കെതിരെ പോലീസിൽ പരാതി എത്തിയത്. യുവതി നടത്തിയ പരാമർശം പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെ അന്തസ്സിനെ അവഹേളിക്കുന്നതാണെന്നും പൊതുസമാധാനം തകർക്കുന്നതാണെന്നുമാണ് പരാതിയിലെ ആരോപണം. തുടർന്നാണ് നോയിഡ എക്സ്പ്രസ് വേ പോലീസ് യുവതിക്കെതിരെ 0 FIR രജിസ്റ്റർ ചെയ്തത്. അതേസമയം യുവതിക്കെതിരെ പോലീസ് കേസെടുത്തതിനെതിരെ CJP വക്താവ് സൗരവ് ദാസ് രംഗത്തെത്തി. രുചിക സിംഗ് നടത്തിയ പരാമർശങ്ങൾ തെറ്റായിരിക്കാമെങ്കിലും ഇത്തരം നടപടികൾ പാടില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. തീർച്ചയായും അപകീർത്തികരമായ ഭാഷ ഉപയോഗിച്ചാൽ ആർക്കും അതിനെതിരെ സിവിൽ ക്രിമിനൽ മാനനഷ്ട കേസുകൾ ഫയൽ ചെയ്യാം. എന്നാൽ പ്രതിഷേധക്കാർക്കെതിരെ ക്രിമിനൽ നടപടി സ്വീകരിക്കുന്നത് അപലപനീയമാണ്. അധിക്ഷേപകരമായ ഭാഷയുടെ പേരിൽ ആരും ശിക്ഷിക്കപ്പെടാൻ പാടില്ല. അവർ ഉപയോഗിച്ച ഭാഷ ശരിയാണെന്നല്ല താൻ പറയുന്നത്. അവർ ഉപയോഗിച്ച ഭാഷ തെറ്റായിരിക്കാം, അത് ചിലരെ അധിക്ഷേപിക്കുന്നതാകാം. പക്ഷേ അവർക്കെതിരെ ക്രിമിനൽ നടപടി സ്വീകരിക്കുന്നത് ന്യായീകരിക്കാനാകില്ലെന്നും സൗരവ് ദാസ് പറഞ്ഞു. വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കണമെന്നാണ് യുവതലമുറയോട് പറയാനുള്ളത്. ആളുകൾക്കെതിരെ സംസാരിക്കുമ്പോൾ ജാഗ്രത വേണം. പക്ഷേ ഇത്തരം സംഭവങ്ങളിൽ ക്രിമിനൽ നടപടികൾ ഒരിക്കലും സ്വീകാര്യമല്ല. അങ്ങനെ ഉണ്ടാകരുത്. ഏതെങ്കിലും രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്കായി പോലീസ് സേന അവരുടെ അധികാരം ദുരുപയോഗം ചെയ്യരുതെന്നും സൗരവ് ദാസ് പറഞ്ഞു. അതിനിടെ ജന്തർ മന്ദറിലെ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായവരിൽ ക്രിമിനൽ പശ്ചാത്തലമുള്ളവർക്കെതിരെ മാത്രമേ നടപടി ഉണ്ടാവുകയുള്ളൂ എന്ന് ഡൽഹി ആഭ്യന്തരമന്ത്രി ആശിഷ് സൂദ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ക്രിമിനൽ പശ്ചാത്തലമില്ലാത്ത അറസ്റ്റിലായ മറ്റുള്ളവർക്കെതിരെ നടപടി ഉണ്ടാകില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഞങ്ങൾ വിദ്യാർത്ഥികൾക്കൊപ്പമാണ്. ആ നിലപാടിന്റെ ഭാഗമായാണ് നടപടി ഉണ്ടാകില്ലെന്ന ഉത്തരവ് പുറപ്പെടുവിച്ചത്. എന്നാൽ ഏതെങ്കിലും സാമൂഹിക വിരുദ്ധർ അക്രമം അഴിച്ചുവിടാനുള്ള അവസരമായി വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ നടപടി ഉണ്ടാകുമെന്നും ഡൽഹി ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.